ഹായ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല പണിയായിരുന്നു കേട്ടോ. നമ്മളെ നോമ്പ് വരാൻ ഇനി കുറച്ച് ദിവസം ഉള്ളൂല്ലോ. അപ്പോൾ പണ്ട് മുതലേ എൻ്റെ ഉമ്മ അങ്ങനെ ഇല്ല പണികളൊക്കെ എടുക്കണ കണ്ടാട്ടോ ഞാൻ വളർന്നിട്ടില്ലത്. നോമ്പൊക്കെ ആകുമ്പോഴത്തേന് എടുക്കാത്ത പാത്രങ്ങളൊക്കെ എടുത്ത് മോറലും പായും തലയണിയും പുതപ്പും വിരിപ്പും ഒക്കെ തുടക്കലും മോറലും അങ്ങനത്തെ പണികളൊക്കെ നമ്മളിങ്ങനെ കണ്ടു വലുതായത് കൊണ്ട് തന്നെ നോമ്പാകുമ്പോൾ എനിക്കും അങ്ങനെയുള്ള പണികളൊക്കെ എടുത്തില്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇപ്പോൾ ആ ഒരു പണിയിലൂടെ എന്നിട്ട് ഞാനും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നിന്നിട്ടോ. ഞാൻ ഇതൊക്കെ ഡെയിലി കഴുകണ തന്നെയാണ്, എന്നാലും നമുക്ക് ഒരു നോമ്പൊക്കെ വരികയല്ലേ. അപ്പോൾ ഒന്നും കൂടെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് എടുത്തു കേട്ടോ. ഇനി മാറാലൊക്കെ തട്ടാണ്ട് കേട്ടോ. ഞാൻ 4 ദിവസം കൂടുമ്പോഴേ ഞാൻ വീട്ടിലത്തെ മാറാലയും കാര്യങ്ങളൊക്കെ തട്ടലുണ്ട്. കാരണം എനിക്ക് 2 കുട്ടികളാണല്ലോ. ഒരു 2 സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ. എനിക്ക് രാവിലെ പോവും, പിന്നെ ഉമ്മ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ ഞാനും ഉമ്മയും കൂടി അങ്ങനെ വർത്തമാനം പറഞ്ഞിക്കാണ്ടൊക്കെ ഇരുന്ന് അങ്ങനെ ഞങ്ങളെ പണികളിങ്ങനെ ഉമ്മയുണ്ട് എൻ്റെ കൂട്ടത്തിൽ കൂടെ എടുക്കാൻ കേട്ടോ. അടിച്ചു വരാനും നേരാക്കാനൊക്കെ ഉമ്മയുണ്ട് പിന്നാലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉമ്മയുടെ റൂമാട്ടോ. ഉമ്മാൻ്റെ തലയണൻ്റെ ചോട്ട് ഇതാക്കണു ഈ തസ്ബീമാല ഉണ്ടാവും കേട്ടോ. മക്കൾ കണ്ടാവും ഒരിടത്ത് കൊണ്ടുപോകും വിചാരിച്ചിട്ട് ഉമ്മ അത് പാത്തക്കണം. പക്ഷെ മക്കളൊക്കെ അത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഓരോ എടുത്ത് കൊണ്ടൊന്നും പോലില്ല, അവർക്കറിയാം ഉമ്മമാൻ്റെ ആണെന്ന് അറിയും. അപ്പോൾ അതെടുക്കലൊന്നും ഇല്ല കേട്ടോ. ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, ഇപ്പോൾ കുറച്ച് വലിയതായില്ലേ. എന്നാലും ഉമ്മ എടുത്ത് പാത്ത് വെക്കും കേട്ടോ. ഇത് ഉമ്മയുടെ റൂമാണ് കണ്ടോ. നിച്ചു കൊടുന്നിട്ടാണ് ഇതൊക്കെ. അങ്ങനെ ഉമ്മയുടെ റൂം വൃത്തിയായി. അങ്ങനെ അവിടുത്തെ ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞ ഉമ്മാൻ്റെ റൂമിൻ്റെ ഡോർ അടച്ചിട്ടാ. ഇനി ഇതാക്കണ ലിവിങ് റൂമിലുണ്ട് കേട്ടോ കുറച്ച് തട്ടാനും ഉണ്ടാക്കാനൊക്കെ മാറാലത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഇതാക്കണ ടീപ്പോയിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ചെറിയ പൊടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിത് 2 ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ കഴുകണം മുറണമൊക്കെ തന്നെ കേട്ടോ. എന്നാലും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് നോമ്പ് ആകുമ്പോഴത്തേന് എടുക്കണ്ടേ ഒരു അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കുകയാണ് കേട്ടോ. അവിടെയൊക്കെ അങ്ങനെ പൊടികളും കാര്യങ്ങളൊന്നും വല്ലാതെ ഇല്ല. ഇതിൻ്റെ നിച്ചു ചെറുതാവുമ്പോൾ വാങ്ങിയതായിരുന്നു കേട്ടോ. ഇപ്പോൾ വലുതായി. അപ്പോൾ ഇവിടെ വരുന്ന ചെറിയ കുട്ടികളാട്ടോ. അപ്പോൾ അതിലൊക്കെ കളിക്കൽ. അപ്പം അങ്ങനെ ലിവിങ് റൂം ഇതാ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒന്ന് തുടച്ച് മൂറി നേരാക്കിയിട്ടുണ്ട്. പിന്നെ നിസ്കാർ റൂം കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഞാൻ ഇടയ്ക്ക് തുടക്കണോണ്ട് തന്നെ ഞാൻ അവിടെ നല്ലോണം തുടക്കാൻ ഇതിനൊന്നും നിന്നിട്ടുണ്ടായില്ല കേട്ടോ. ഒന്നൊരാടെ ഇട്ടിട്ട് തന്നെ ഞാൻ അവിടെയും തുടക്കലും തോത്തലും വൃത്തിയാക്കി ഇടലുണ്ട് കേട്ടോ നിസ്കാർ റൂം. അപ്പം നിസ്കാർ റൂമിൽ നിന്ന് ഇതാക്കണം ഞാൻ ഡൈനിങ് ടേബിൾ തുടക്കാൻ വേണ്ടി ഇവിടെ പോന്നിട്ടുണ്ട് കേട്ടോ ഹാൾക്ക്. അങ്ങനെ ഡൈനിങ് ഹാളും വൃത്തിയായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഡൈനിങ് ഹാളത്തെ ഡൈനിങ് ടേബിൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇത് ഇക്കാക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അതിൽ കുറേ മീനുകളൊക്കെ ഉണ്ട്. നിബും നിച്ചും കൂടെ കൊടുന്നിട്ടതാ കേട്ടോ. അങ്ങനെ പിന്നെ കിച്ചണക്ക് എത്തിയിട്ടുണ്ട്. റബ്ബേ, കിച്ചണ് നേരാക്കാൻ ഞാനൊരു 1.5 മണിക്കൂർ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒക്കെ വലിച്ചിട്ടിട്ട് ഞാൻ മുകളത്തും താഴത്തും റേക്കുണ്ട് മുകളിൽ, അവിടെ ഉള്ളതൊക്കെ ഞാൻ താഴോട്ട് ഇറക്കി വെച്ച് കുറേ നേരം അവിടെ ഞാൻ പണിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കണം. അപ്പം അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെച്ചിട്ടോ. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു വാടിയ ഇല കണ്ടത് കേട്ടോ. ഞാൻ അങ്ങനെ ഒന്നും എടുത്തിടലില്ല, നല്ല കൊഴിഞ്ഞു പോയ ഇതിന് ശേഷമുള്ളൂ കേട്ടോ അതിന് എടുത്തിടുക. കാരണം കുറേ കാലം നമ്മളെ കൂടെ ഉണ്ടായിരുന്നൊരു ചെടിയല്ലേ. അപ്പോൾ എനിക്കതുകൊണ്ട് ഇല എടുത്തിടുക എന്ന് പറയുമ്പോൾ അത് സങ്കടമാണ്. അപ്പോൾ നല്ല അയിമെന്ന് വേറിട്ട് പോകുന്നെങ്കിൽ തന്നെ ഉള്ളൂ ഞാൻ അയിമെന്ന് എടുത്തിടല് കേട്ടോ. അപ്പോൾ ഇതാ ഒക്കെ അതാത് സ്ഥലത്തേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കേട്ടോ. ഗ്യാസൊക്കെ തോത്തി വൃത്തിയാക്കി അതിൻ്റെ ഇതൊക്കെ ഞാൻ അടുപ്പിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു കേട്ടോ.
നീ കണ്ടില്ലേ, ഇതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കാണ്ട്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം എന്താ നമ്മൾ അടുക്കള അതാ വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അതാത് സ്ഥലത്തേക്ക് എടുത്ത് വെച്ച് ഇനി ഫ്രിഡ്ജുണ്ട്, ഞാൻ കുറച്ച് ദിവസമായിക്കണം അതും നേരാക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിനും കൂടെ ഒന്ന് നിൽക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പം അതിൻ്റെ അവസ്ഥ കണ്ടില്ലേ, കുറച്ച് ദിവസമായി ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ഒന്ന് അടുക്കിയിട്ടും പൊറുക്കിയിട്ടും നോക്കിയിട്ട്. അപ്പം ഇന്നിപ്പോൾ ഏതായാലും ഞാൻ ഒരുങ്ങി. അപ്പം എന്നാൽ ഇതും കൂടെ ഒന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് എന്താ തിരുമ്പി കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതിലില്ല ഓരോ സാധനങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ടൊന്ന് ക്ലീൻ ചെയ്ത് വേണം അതിൻ്റെ ഉള്ളൊക്കെ. ഏകദേശം കുറേ സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്.